വാസുദേവായ ഹരൈവേ പരമാ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ. രാധ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ എനിക്ക് ഇഷ്ടം പക്ഷേ തകൾ പോലെ പരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധഭക്തിയോടാണോ കൃഷ്ണ പാടും ഗീതത്തോടാണോ? രാധയറിയരുതേ ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധഭക്തിയോടാണോ കൃഷ്ണ പാടും ഗീതത്തോടാണോ? പറയൂ എനിക്ക് ഇഷ്ടം പക്ഷേ തകൾ പോലെ പരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ പാടും ഗീതത്തോടാണോ? കൃഷ്ണ പാടും ഗീതത്തോടാണോ? കൃഷ്ണ പാടും ഗീതത്തോടാണോ? പുലരികൾ പൊങ്കും പൊങ്കാവനമുണ്ടേ മഞ്ഞണിരാവ നിലാവിരിക്കും പൊങ്കാവനമുണ്ടേ പൊങ്കാവനമുണ്ടേ.
ഓച്ചിറയിലെ തിരുവാഭരണ ആഴി കഴിഞ്ഞ് തിരുവാഭരണം എടുത്ത് ഇന്നലെ തിരുവാഭരണ യാത്ര തുടങ്ങി. ഇന്ന് അതാ പമ്പയിലെത്തി, നാളെ സന്നിധാനത്തിലെത്തി. മകരാവിളക്ക് മകരമാസം 1-ാം തീയതി വ്യാഴാഴ്ച നമ്മുടെ ഈ മഹായജ്ഞം പൂർത്തീകരിക്കുകയും ഓച്ചിറയിലെ ഈ സ്ഥാനത്ത് ഒരാഴ്ച ഭാഗവത ഗ്രന്ഥവുമായിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മഹാ മോഹനനും വിജയപ്രസന്നനും ഒക്കെ പറഞ്ഞതുപോലെ എത്രയോ വേദികൾ ആധ്യാത്മികതയുടെ ആദ്യാക്ഷരം ഞങ്ങൾക്ക് കുറിക്കുന്നതിന് ഭഗവാൻ ഒരുക്കിയ വേദിയാണ്. അനേകം കവിതകളും മഹാന്മാർ പറഞ്ഞ വാചകങ്ങളൊക്കെ ചേർത്ത് പ്രഭാഷണമാക്കി നിക്കറിട്ടുകൊണ്ട് ഇതേ സ്ഥാനത്ത് 1976 മുതൽ 2026 വരെ ഇരുത്തിയ പരിഭ്രമം. വേദി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് KK കുറുപ്പ് സാറും NR പണിക്കർ സാറും ഭാർഗവൻ വക്കീലും ശങ്കർ സാറും ഒക്കെ ഓഫീസിലേക്ക് പോകുമായിരുന്നു. അനേകം മഹാകവികളുടെ കവിതകൾ ചൊല്ലാൻ, ഞങ്ങൾ എഴുതി കുട്ടിക്കുറിച്ച കവിതകൾ ചൊല്ലാൻ ഒക്കെ വേദി ഒരുക്കിയ ഒരു സ്ഥാനത്ത് 50 വർഷം കഴിഞ്ഞപ്പോൾ ഭാഗവതവുമായി ഇരിക്കാനാണ് പരദേവർ അന്നേ നിയോഗിച്ചത്. കഴിഞ്ഞ ദിവസം SP കുറുപ്പ് സാറിനുള്ള ഭവൻ പങ്കെടുത്തു. 1989 എല്ലാ ദിനപത്രങ്ങളിലെയും 1-ാം പേജിൽ പ്രസംഗം, കവിതാപാരായണം, സമൂഹഗാനം, ശാസ്ത്രീയ സംഗീതം, നിമിഷപ്രസംഗം ഇവയ്ക്കൊക്കെ 1-ാം സ്ഥാനം നേടി സംസ്ഥാന കലാപ്രതിഭയായ ഒരു കാലത്ത് അന്ന് വൈകിട്ടത്തെ സമ്മേളനത്തിൽ കുറുപ്പ് സാർ പറഞ്ഞു, അവിടെ ചൊല്ലിയ കവിത ചൊല്ലിക്കൊണ്ടാണ് ഇന്ന് പ്രഭാഷണം ആരംഭിക്കുന്നത്. അത് വയലാർ രാമവർമ്മ എഴുതിയ ആത്മാവിൽ ഒരു ചിത എന്ന കവിത. കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ വയലാറിൻ്റെ അച്ഛൻ തിരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ ആലപ്പുഴ പോയി, ഓച്ചിറ പോയി, കായംകുളത്ത് പോയി, കൊല്ലത്ത് പോയി എന്നൊക്കെ പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയത്. എന്നിട്ട് എന്തിനാണ് ഈ ആളുകളൊക്കെ നിന്ന് കരയുന്നത് എന്നൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. ആലപ്പുഴയ്ക്ക് പോയി വന്നാൽ എനിക്ക് അച്ഛൻ ഓറഞ്ച് കൊണ്ടുതരാറുള്ളതോർത്തു ഞാൻ. അച്ഛൻ മരിച്ചതേയുള്ളൂ, മരിക്കുന്നതത്ര കുഴപ്പമാണെന്നറിഞ്ഞില്ല ഞാൻ. എന്നിട്ടും അങ്ങേ മുറിക്കകത്ത് എന്തിനാണമ്മ കരയുന്നതിപ്പോഴും? അച്ഛൻ ഉറങ്ങിക്കിടക്കുന്നു നിശ്ചലം, നിശബ്ദത പോലും ഒന്നു നിശബ്ദമായി. വന്നവർ നാലുകെട്ടിൽ തങ്ങി നിന്നുപോയി, ഞാൻ തിഴലുകൾ മാതിരി. എത്രയോ മനുഷ്യർകളെ കോരിത്തിരിപ്പിച്ച ഗാനങ്ങൾ എഴുതിയ നമ്മുടെ നാട്ടുകാരായ കവികൾ. ഓച്ചിറ രാമേന്ദ്രൻ്റെ പ്രഭാഷണവും ബഷീറിൻ്റെ പ്രഭാഷണവും ഒക്കെ കേൾക്കാൻ ആ വാതുക്കൾ നിന്ന് നമ്മളൊക്കെ തെള്ളുന്ന ഒരു കാലഘട്ടമുണ്ട്. പറയുന്ന ആളിൻ്റെ ജാതിയോ രാഷ്ട്രീയമോ നോക്കാതെ കലകളുടെ കവാടങ്ങളിലേക്ക് സാധാരണക്കാരായ അനേകം പേരെ നയിച്ച ഒരു മണ്ണാണിത്. എല്ലാവർക്കും വേണ്ടത് ഈ സാഗരത്തിൽ കിടപ്പുള്ള കടലിൻ്റെ ആഴമളക്കാൻ ഉപ്പുമാവ് ഇറങ്ങിപ്പോയതുപോലെ ഓച്ചിറ ബ്രഹ്മത്തിൻ്റെ ആ ആഴക്കടലിൽ ഇറങ്ങിയവരെല്ലാം ആഴമറിയാൻ പോയ ഉപ്പുപാവ കടലിനോട് ലയിച്ചു ചേർന്നതുപോലെ
ഈ മുറ്റത്ത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഇരുന്ന് വൈകിട്ട് 6:45 മുതൽ 8 മണി വരെ ഇരുന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പങ്കിടുക. അതിൽ 5 ദിവസം ദീപപ്രതിഷ്ഠ ഉൾപ്പെടെ നമ്മൾ 6ാമത്തെ ദീപാരാധനയാണ് തുടങ്ങുന്നത്. വിജയപ്രചരണം പറഞ്ഞതുപോലെ 12 മണി മുതലേ നമ്മുടെ ഘോഷയാത്ര തുടങ്ങുമ്പോൾ മുതലേ മഴയിങ്ങനെ പെയ്യുകയായി. താഴെ ചുട്ടുപഴുത്ത മണ്ണും മുകളിൽ നിന്ന് അനുഗ്രഹവർഷവും. രുക്മിണി ദേവിയും ഭഗവാനും തമ്മിലുള്ള സ്വകാര്യത വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഭക്തിയുടെ മഴയായി കടലാക്കി ഓച്ചറപ്പരബ്രഹ്മം മാറ്റി. നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദേവി, എന്നെ പോലെ ഒരാളിനെ വിവാഹം കഴിക്കണ്ടായിരുന്നു എന്ന്? കുറെ ദാരിദ്ര്യമുള്ളവരൊക്കെ കൃഷ്ണ കൃഷ്ണ എന്ന് എന്നെ വിളിക്കുന്നു എന്നല്ലാതെ നല്ല സ്ഥാനമാനങ്ങളുള്ളവരും കോടീശ്വരന്മാരായ രാജാക്കന്മാരും എല്ലാം എൻ്റെ ശത്രുക്കൾ. ഇങ്ങനെ ഒരാളിൻ്റെ കൂടെ താമസിക്കുന്നതിനേക്കാൾ ഭേദം ആ ശിശുപാലൻ തന്നെ മതിയായിരുന്നു എന്നെപ്പോഴെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഭഗവാൻ ചോദിക്കും, നീ കാണുന്നില്ലേ വലിയ പ്രഗത്ഭമതികളായ രാജാക്കന്മാരെല്ലാം ലോകത്തിലെ മഹാരാജാക്കന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് എന്നോട് യുദ്ധം ചെയ്യാൻ വരികയാണ്. കംസനെ കൊന്നതിന് ശേഷം എൻ്റെ അമ്മാവിൻ്റെ ഭാര്യമാരായ എൻ്റെ അമ്മാവിന്മാരുടെ അച്ഛൻ ജരാസന്ധൻ അഖില ലോക ദുഷ്ട രാജകീയ സമ്മേളനം വിളിച്ചുകൂട്ടി അവരെല്ലാം ഈ മധുരയിലേക്ക് വരികയാണ് യുദ്ധം ചെയ്യാൻ. മധുരാനിവാസികൾക്ക് അല്പം പ്രതീക്ഷയുണ്ടായിരുന്നു കംസൻ മരിച്ചാൽ ഒരു ആശ്വാസം കിട്ടുമെന്ന്. ഇപ്പോൾ അത് തെറ്റി. ദിവസവും യുദ്ധം. നമ്മൾ യുദ്ധം നടക്കുന്ന രാജ്യങ്ങളിലെ ചില വാർത്തകളൊക്കെ ദൃശ്യമാധ്യമങ്ങളിലൂടെയും വാർത്താമാധ്യമങ്ങളിലൂടെയും കാണുകയും വായിക്കുകയും ചെയ്യാറുണ്ട്. അവർക്കൊരു സമാധാനമില്ല. എപ്പോൾ വെടിപൊട്ടും, എപ്പോൾ ഈ താമസിക്കുന്ന കെട്ടിടം മണ്ണോടമരും എന്നവർക്ക് നിശ്ചയമില്ല. ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോളം കഴിയുന്നു. ഭക്ഷണം കിട്ടുമ്പോൾ തനിക്ക് കഴിക്കാനോ കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ള ആശ, ഭർത്താവിന് കൊടുക്കണോ, താൻ കഴിക്കണമെന്ന് ഭാര്യയ്ക്ക് ആശങ്ക. ഭർത്താവിൻ്റെ കയ്യിൽ ഒരു റൊട്ടി കിട്ടുമ്പോൾ തനിക്കെപ്പോഴും ഭക്ഷണം തരുന്ന ഭാര്യയ്ക്ക് കൊടുക്കണോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണോ എന്ന ആശങ്ക. അതൊന്നും നമ്മുടെ ഈ ഓണാട്ടുകരയെ ബാധിച്ചിട്ടില്ല. അതൊന്നും നമ്മുടെ ദേശത്തെ ബാധിച്ചിട്ടില്ല. അത്ര പവിത്രമായ ഭൂമിയാണ്, അത്ര തേജസ്സുള്ള ഇടമാണ്. അവിടെയാണ് ഈ മഹാഗ്രന്ഥവുമായി വിവാഹം കഴിഞ്ഞ് നേരെ രുക്മിണി ദേവിയുമായി കൈലാസത്തിലേക്ക് ചെല്ലുന്ന ഭഗവാനെ കണ്ടപ്പോൾ രോമാഞ്ചമണിഞ്ഞു പോയ മഹാദേവൻ എന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേട്ടു. അവർ തമ്മിൽ നടത്തിയ പ്രാർത്ഥന നമ്മൾ കേട്ടു. അവരെ രണ്ടുപേരെയും കൈലാസത്തിൽ കണ്ടുകൊണ്ട് മഹാമുനിമാർ രണ്ടുപേരെയും ഒരുമിച്ച് മാറി മാറി കണ്ണ് ഇമവട്ടി നോക്കി പ്രാർത്ഥിക്കുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ ഒരു സ്ഥാനത്താണ് പണ്ട് 56 ഏക്കർ എന്നൊക്കെ പറയുന്നെങ്കിലും 10-30 ഏക്കറൊക്കെ ഇപ്പോൾ നമുക്ക് കരകതമായിട്ടുണ്ട്. അവിടെ ഗണപതി യാത്രയിൽ നിന്ന് കിഴക്കും പടിഞ്ഞാറ് അങ്ങും ഇങ്ങും ജീവാത്മാവും പരമാത്മാവും. ആകാശത്തിലൊരു സൂര്യൻ നിൽക്കുന്നു. ഉച്ചയ്ക്ക് ഘോഷയാത്രയിൽ പങ്കെടുത്ത നമ്മൾ 10,000 പേർ കയ്യിൽ വെള്ളമെടുത്ത് മേപ്പോട്ട് നോക്കണ്ട, അവനവൻ്റെ കൈക്കുമ്പിളിലെ വെള്ളത്തിലേക്ക് നോക്കിയാൽ 1000 പേർക്ക് 1000 സൂര്യനെ കിട്ടുന്നത് പോലെ ആ പരബ്രഹ്മത്തെ നമുക്കെല്ലാം അനുഭവിക്കാനുള്ള ഒരു വലിയ അനുഭൂതിദായകമായ നിമിഷം പങ്കിടാൻ ഇനി 2 ദിവസം കൂടിയാണ് ഭഗവാൻ അനുവദിച്ചിരിക്കുന്നത്. ഈ സമയം വരെ നമുക്കും നമ്മുടെ കുടുംബത്തിലും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നന്മ മാത്രം നൽകിയ ആ ഭഗവാൻ അശ്വമേധ യാഗത്തിന്റെ 16 ഇരട്ടി ഫലമുള്ള ഈ യാഗം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നമ്മുടെ കൊല്ലത്തിന് ലഭിക്കുന്ന അനുഗ്രഹ ആശിസുകൾ 1000 നാവുള്ള അനന്തന് പോലും വർണ്ണിക്കാൻ കഴിയാത്തതാണെന്നാണ് വേദവ്യാസൻ എഴുതിയിരിക്കുന്നത്. വേദവ്യാസനും ഭഗവാൻ തന്നെ. അതുകൊണ്ടാണല്ലോ വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ നമോ വൈ ബ്രഹ്മനിധയെ വസിഷ്ഠായ നമോ നമ എന്ന് പ്രാർത്ഥിക്കുന്നത്. ആ വ്യാസകുലത്തിൽ പിറന്ന് ലോകം മുഴുവൻ വന്ന് നിൽക്കുന്ന ഈ കാലഘട്ടത്തിലെ ഗുരു അമ്മ അമൃതാനന്ദമയി ദേവിയും നമുക്കൊരു വെളിപ്പാട് കഴിയാണ്. ബാല്യത്തിൽ ആ
ആൽത്തറയിൽ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഒരു പുണ്യം ഞാനിപ്പോഴും ഇവിടെ ഇരുന്ന് സ്മരിക്കാറുണ്ട്. എനിക്ക് എല്ലാ ദിവസവും അവിടെ പോകണമെന്നുണ്ട്, പക്ഷേ പോലീസുകാർ സമ്മതിക്കണ്ടേ എന്നൊരിക്കലും എന്നോട് അമ്മ പറഞ്ഞത്. അപ്പം അങ്ങനെ അനേകം ഗുരുക്കന്മാർക്ക്, ശിവപ്രഭാകര സിദ്ധയോഗിയെ പോലെയുള്ള അനേകം ഗുരുക്കന്മാർക്ക് മരണമില്ലാത്ത അവസ്ഥ നൽകിയ ഒരു സ്ഥാനത്താണ് നമുക്കൊക്കെ ഇരിക്കാൻ. ദൂരെ നിന്നൊക്കെ വരുന്നവർ ആയിരക്കണക്കിന് രൂപ മുടക്കി വാഹനത്തിൽ വന്ന് വാഹനം പാർക്ക് ചെയ്ത് ഓടി തൊഴുത് ഇവിടെ എവിടെയെങ്കിലും നിന്ന് അല്പം ഭക്ഷണവും കഴിച്ച് അവർ മുടങ്ങി പോകുമ്പോൾ 1 രൂപയുടെ ചിലവില്ലാതെ നമുക്കൊക്കെ വന്നണയാൻ കഴിയുന്ന ഒരു മഹോന്നത സ്ഥാനത്ത് അത്യത്ഭുതങ്ങൾ വീഴ്ത്തിക്കൊണ്ട് വാഴ്ത്തിക്കൊണ്ട് അനുഭവിപ്പിച്ചുകൊണ്ട് അപ്രമേയമായ അനുഭൂതിയോടുകൂടി ഈ ഭാഗവതത്തിലെ ഏതാനും വരികൾ കൂടി മാത്രമേ നമുക്ക് 2 ദിവസം വായിക്കാനുള്ളൂ. പക്ഷേ ഈ ഒരു ഗ്രന്ഥം വായിച്ച് പൂർത്തീകരിക്കുമ്പോൾ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും 108 ഉപനിഷത്തുകളും ഒക്കെ വായിച്ച ഒരു പ്രതീതി, അറിഞ്ഞ ഒരു പ്രതീതി, അനുഭവിച്ച ഒരു നിർവൃതി നമുക്ക് മാത്രമല്ല നമ്മളുമായി ബന്ധപ്പെട്ട ഓരോരുത്തർക്കും കൊടുക്കാനാണ് ഭഗവാൻ നമ്മളെ ഇങ്ങനെ ഒരു അവസരത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. മാഘമാസം 1-ാം തീയതി വൈകിട്ടാവുമ്പോൾ നമ്മുടെ കോഴ്സ് സർട്ടിഫിക്കറ്റ് പൂർത്തീകരിക്കുന്ന സമയത്ത് 5 കോളങ്ങളിട്ട് മഹാദേവന്റെ അഷ്ടദിക്പാലകന്മാർക്കും സ്വന്തമതാക്കൾക്കും ഒക്കെ നൽകിയ ആ പേപ്പർ പരിശോധിക്കും. മാർക്കിടുന്നത് അവരൊക്കെയാണ്. 5 കോളമാണുള്ളത്. 10ലാണ് മാർക്ക്. ഓരോ കോളത്തിലും 2 മാർക്ക് വീതമാണ്. 1-ാമത്തെ കോളം ചെവികളിലൂടെ നീ എൻ്റെ കാര്യം എത്ര കേട്ടു. 2-ാമത്തെ കോളം കണ്ണുകളിലൂടെ നീ എൻ്റെ രൂപം എത്ര കണ്ടു. 3-ാമത്തെ കോളം കാലുകൾ കൊണ്ട് നീ എനിക്ക് എത്ര പ്രദക്ഷിണം ചെയ്തു. 4-ാമത്തെ കോളം കൈകൾ കൊണ്ട് നീ എന്നെ എത്ര പ്രാവശ്യം തൊഴുതു. 5-ാമത്തെ കോളം നാവ് കൊണ്ട് നീ എൻ്റെ നാമം എത്ര പറഞ്ഞു. 4 കോളങ്ങൾ 2 വീതമുള്ള അവയവങ്ങളിലൂടെ നേടാവുന്നതാണെങ്കിൽ 5-ാമത്തെ കോളം ഒറ്റ അവയവം കൊണ്ട് നേടാവുന്നതാണ്. 2 ചെവികൾ, 2 കണ്ണുകൾ, 2 കാലുകൾ, 2 കൈകൾ, 1 നാവ്. 10-ൽ 10, 10-ൽ 8, 10-ൽ 6, 10-ൽ 4, 10-ൽ 2, 10-ൽ 0. ഇതെല്ലാം കൂടി പിന്നെ അവിടെ വെച്ചിട്ട് ഇത് വാല്യുവേഷൻ നടത്തി മാർക്ക് കൂടുതൽ കിട്ടിയവരുടെ പേപ്പർ മുകളിൽ ഓരോ കോളത്തിൽ കുറഞ്ഞു വരുന്നവരുടെ എല്ലാം താഴെ എന്ന് അടുക്കി വെച്ചിട്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണേ, കുട്ടികൾക്ക് നല്ല വിവാഹ ജീവിതം നൽകണേ, കുട്ടികൾക്ക് നല്ല കുട്ടികളെ കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞുള്ള അപേക്ഷയുമായി വരുമ്പോൾ ഈ ഫയൽ പരിശോധിക്കും. അതിനനുസരിച്ചാണ് മാർക്കും അപേക്ഷ സ്വീകരിച്ച് നമുക്ക് നൽകുന്നതും എന്ന് പറയുന്നത്. ഇത് പള്ളിക്കൽ സുനിലിൻ്റെ അഭിപ്രായമല്ല. ഞാൻ ജനിക്കുന്നതിന് മുൻപ് ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് 90 വയസ്സിനുള്ളിൽ 2500 ഭാഗവത സപ്താഹങ്ങൾ വായന കഴിയുമ്പോൾ എന്ത് കിട്ടും എന്ന് നോക്കാതെ വായന നടത്തുമ്പോൾ വന്നിരിക്കുന്നവർക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്ന് ചിന്തിച്ച് നിഷ്കാമമായി 18 പുരാണങ്ങളിൽ ശ്രേഷ്ഠമായ വേദം വ്യസിച്ച മുനിക്ക് മോദം വരാഞ്ഞ വേദാന്തസാരമായ പുരാണം വേദത്തെ പകുത്തത് കൊണ്ട് തൃപ്തി വരാത്ത വേദവ്യാസൻ നമ്മുടെ സുഖത്തിനായി രചിച്ച ഭാഗവത തത്വത്തിന്റെ മഹിമയാണ്. കൈവല്യമായ അളവ് വന്നു ആ നരാധിപനായ പരീക്ഷത്തിന്. ദിവ്യം പെരുമ്പറ മുഴക്കിക്കൊണ്ടാണ് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ചത്. സ്വർഗത്തിൽ വർഷങ്ങളായി സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് അമൃത് കഴിച്ച് ഭോഗലാലസതയിൽ മുഴുകി ജീവിച്ച സ്വർഗനിവാസികൾ സ്വർഗത്തിലെ 1-ാം നമ്പർ കസേരയിൽ എക്സിക്യൂട്ടീവ് സീറ്റിൽ
അദ്ദേഹത്തെ ഇരുത്തു എന്ന് ഭൂമിയിൽ നിന്ന് ഭാഗവതം കേട്ട് പുറപ്പെട്ടതിന് അതേസമയം സ്വർഗത്തിൽ അനൗൺസ് ചെയ്തുകൊണ്ടിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഒരു വിശിഷ്ട അതിഥി ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം ഭഗവാന്റെ വംശത്തിൽ പിറന്നാളാണ്. ഭഗവാന്റെ സഹോദരി സുഭദ്ര, സുഭദ്രയുടെ ഭർത്താവ് അർജുനൻ, അർജുനൻ സുഭദ്ര ദമ്പതികളുടെ മകൻ അഭിമന്യു, അഭിമന്യുവിന്റെ ഭാര്യ ഉത്തര, അഭിമന്യു ഉത്തര ദമ്പതികളുടെ മകനായ പരീക്ഷിത്ത മഹാരാജാവ് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഭാഗവതം മുഴുവൻ കേട്ട് യാത്ര തിരിച്ചിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം കൂടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ വരവനുസരിച്ച് ദേവന്മാർ പോലും സഞ്ചരിക്കുന്ന വിമാനങ്ങൾ താഴ്ത്തി കൂട്ടി Z+ കാറ്റഗറി സെക്യൂരിറ്റിയിൽ എക്സിക്യൂട്ടീവ് വിമാനം, ചാർട്ടേഡ് വിമാനം സ്വർഗത്തിൽ ഏത് സമയവും എത്തിച്ചേരാം. സ്വർഗനിവാസികളെല്ലാം വെളിയിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ച് പെരുമ്പറ മുഴക്കി, ശംഖനാഥം മുഴക്കി, താരപ്പടികളോടെ അഷ്ടമംഗല്യത്തോടെ സ്വീകരിക്കുന്നതാണ്. ഞെട്ടിപ്പോയി സ്വർഗത്തിലെ ദേവന്മാരും ദേവിമാരും. ഞങ്ങൾ സ്വീകരിക്കാൻ ഒരുത്തനെ പറഞ്ഞ നിർത്തേണ്ട താമസം പരീക്ഷത്തോടെ എല്ലാവരും കൂടി സ്വീകരിച്ചു. സ്വർഗത്തിലെ 1-ാം നമ്പർ കസേരയിൽ ഇരുത്താനായി തയ്യാറെടുക്കുന്നതിന് മുൻപ് എന്തായാലും സ്വർഗമല്ലേ, നമ്മളൊരു ചാൻസ് ഒന്ന് നോക്കാം എന്ന് കരുതി സ്വർഗത്തിലെ PRO അദ്ദേഹം വന്നിട്ട് പരീക്ഷത്തിലെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, നമസ്കാരം, അങ്ങ് ഭാഗവതവും കേട്ട ഭാഗവതവും കയ്യിൽ വെച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. കേട്ട കാര്യങ്ങൾ മറക്കാതിരിക്കാനും എന്നും ഓർക്കാനും ചാർജ് ചെയ്തത് MD ആവാതെ എപ്പോഴും അത് ഫുള്ളാക്കി വെക്കാനുമാണ് ഈ ഭാഗവതം കൊണ്ടുവന്നതെന്ന് ഞങ്ങൾക്കറിയാം. ഈ മഹാഭാഗവതം ഞങ്ങൾക്ക് തന്നാൽ 1008 കുടം അമൃത് നിങ്ങൾക്ക് തരും. സ്വർഗത്തിന്റെ 1-ാം നമ്പർ കസേരയിൽ നിങ്ങളെ ഇരുത്താനാണ് നിർദ്ദേശം. ഈ ഭാഗവതം ഞങ്ങൾക്ക് തന്നാൽ 1000 കുടം അമൃത്, ഒരു കാലത്തും മരണമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവും. എപ്പോൾ വന്നാലും സ്വർഗത്തിലെ 1-ാം നമ്പർ കസേരയിൽ ഇരിക്കുകയും ചെയ്യും. തരുമോ ഈ ഭാഗവതം? 280 ഗ്രാം ഭാരമുള്ള ഈ ഭാഗവതം തരുമോ? 1000 കുടം അമൃതാണ് തരാൻ പോകുന്നത്. പരീക്ഷിച്ചത് ചോദിച്ച ദേവനെ കൂപ്പുകൈകളോടെ നമസ്കരിച്ചിട്ട് തുച്ചി പൊഴിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ അച്ഛൻ അഭിമന്യു, അഭിമന്യുവിൻ്റെ അച്ഛൻ അർജുനനും, അർജുനൻ്റെ ഭാര്യയുടെ സഹോദരനായ മഹാവിഷ്ണുവായ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും ഭാരം അളക്കുന്ന ഒരു ത്രാസ് ഈ സ്വർഗത്തിലുള്ളത്. ആ ത്രാസിൻ്റെ ഒരു തട്ടിൽ അടിയനീ ഭാഗവതം വെക്കാം, മറ്റേ തട്ടിൽ 1000 കുടം അമൃത് നിങ്ങൾ വെക്കണം, ഞാൻ കൂടി സഹായിക്കാം. സ്വർഗത്തിൽ ദാസ്യവേല ചെയ്യുക ഭാഗ്യമുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു അവസരം. ദേവന്മാർ സമ്മതിച്ചു. 250 ഗ്രാം ഭാഗവതം എവിടെ ഇരിക്കുന്നു? 1000 കുടം അമൃതം എവിടെ ഇരിക്കുന്നു? ഭഗവാനെയും അപ്പൂപ്പനായ അർജുനനെയും അച്ഛനായ അകാലത്തിൽ കൗരവന്മാർ കുരുക്ഷേത്രത്തിൽ വെച്ച് ചതിച്ചു കൊന്ന തൻ്റെ പ്രിയപ്പെട്ട അച്ഛൻ അഭിമന്യുവിനെയും ചിന്തിച്ച് കണ്ണീരൊഴുകിക്കൊണ്ട് ഭാഗവതം കണ്ണീരിൽ കുതിർത്തുകൊണ്ട് പരീക്ഷിത മഹാരാജാവ് തന്നെ സ്വർഗത്തിൽ എത്തിച്ചതിന് കാരണമായ ഭാഗവതം നമ്മുടെ ശിരസ്കനായി പുണ്യ പാപത്തിന്റെ തൂക്കമറിയുന്ന സ്വർഗത്തിലെ ഒരു തട്ടിൽ വെച്ചു. അത് ഭൂമിയോളം താഴ്ന്നിരുന്നു. 1000 കുടം അമൃതമായി ദേവന്മാർ ക്യൂ നിന്നു. രുക്മിണി ശേഖരത്തിന്റെ പ്രസാദം വാങ്ങാൻ ഇന്ന് നമ്മുടെ ആളുകൾ ഇവിടെ നിന്ന് ആൽത്തറ വരെ ക്യൂ നിന്നതുപോലെ ക്യൂ നിന്ന് ഓരോ കുടം അമൃത അവിടെ വെച്ചു. എത്ര വെച്ചിട്ടും
ഭാഗവതത്തിൻ്റെ ഭാരത്തിന് തുല്യമാവുന്നില്ല. അവർ അത്ഭുതപ്പെട്ടു. എല്ലാവരും കൂടി പരീക്ഷത്തിനെ കൈകൂപ്പി. പരീക്ഷത്തെ ഭാഗവതത്തിൻ്റെ ഭാരം ഒരിക്കലും മരണമില്ലാത്ത ഈ 1000 കുടം അമൃതനില്ലാന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. വിനയത്തോടുകൂടി ആ ഭാഗവതം കയ്യിലെടുത്തപ്പോൾ മറ്റേ ത്രാസിന്റെ തട്ടിലിരുന്ന 1000 കുടം അമൃത പൊങ്ങി സ്വർഗത്തിന്റെ മുകളിലത്തെ തട്ടിൽ മുട്ടി പൊട്ടി അവിടെ മാകെ ഒഴുകി. അമൃതായാലും നിലത്തൊഴുകിയല്ല. അമൃത ആർക്ക് വേണം? ആർക്കും വേണ്ട. ആ അമൃതിൽ ചവിട്ടിക്കൊണ്ട് ഭാഗവതം തന്റെ ഹൃദയത്തോട് ചേർത്ത് സ്വർഗത്തിലെ 1-ാം നമ്പർ എക്സിക്യൂട്ടീവ് സീറ്റിൽ പരീക്ഷത്തിനെ ഇരുത്തിയ മഹാഗ്രന്ഥമാണ്. 5 ദിവസം ഈ മുറ്റത്ത് നമ്മൾ വായിക്കുകയും വിശകലനം ചെയ്യുകയും അതോടനുബന്ധിച്ചുള്ള നാമങ്ങൾ ജപിക്കുകയും ഭക്ഷണം കഴിക്കുമ്പോൾ പരിപ്പ്, പപ്പടം, സാമ്പാർ, പുളിശ്ശേരി, മോര്, തൈര്, രസം ഒക്കെ ചേർത്ത് അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കഴിക്കുന്നത് പോലെ കൈവല്യമായ അളവ് വന്നു. ആ പരീക്ഷിത മഹാരാജാവിന് ദിവ്യം പെരുമ്പറ മുഴങ്ങി ഗഭീരരവം. ഈ വണ്ണമില്ല ഒരുവൻ ഈ ലോകത്തിലെന്ന് പുകഴ്ത്തി ആ മുനിവൃത്തം നടന്ന മഹാഗ്രന്ഥത്തില് ഭഗവാനോടൊപ്പം ഭഗവതിയും ഭഗവതിയോടൊപ്പം താൻ കുതിച്ചു കാത്തിരുന്ന ഭഗവാനും ചേർന്ന സുരഭില മുഹൂർത്തത്തിൽ നട്ടുച്ചയ്ക്ക് മധ്യാഹ്ന സന്ധ്യയില് വെള്ളിയാഴ്ചയാണെങ്കിൽ ലോകം മുഴുവനുള്ള മുസ്ലിം ഭക്തജനങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വീണ് നമസ്കരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ഗണപതി ആൽത്തറയിൽ നിന്ന് ആ കുട്ടികളെ ഭഗവാനും ഭഗവതിയുമാക്കി ചിന്തിച്ച് അഷ്ടമംഗല്യം, താലപ്പൊലി, വാദ്യമേളം, വായ്ക്കുരവ എന്നിവയുടെ അമ്മടിയോടെ സാക്ഷാൽ ഭഗവാനെയും ഭഗവതിയെയും സ്വീകരിക്കുന്നത് പോലെ തന്നെ ദീപമെല്ലാം മുന്നിൽ ആ ദീപത്തിൻ്റെ പുറകിൽ വരുന്ന ഈശ്വരനെ സ്വീകരിച്ച് 2 ആൽത്തറയിലും ചെന്ന് നമസ്കരിച്ച് ഭഗവാൻ ധർമ്മത്തിൻ്റെ വാഹനമായ കാളയുടെ പുറത്ത് എഴുന്നള്ളുന്ന 8 കൊണ്ട മുള്ളിച്ച കടന്നു പോകുന്ന ഭാഗങ്ങളിലൂടെ വന്ന ഈ സ്ഥാനത്ത് അത് ഇതിന് മുമ്പുണ്ടായിരുന്ന മനോഹരമായ പന്തലായാലും ഈ ഓഡിറ്റോറിയമായാലും എത്ര പേരെയും ഉൾക്കൊള്ളുവാൻ താഴെയും മുകളിലും ഒക്കെ സൗകര്യമൊരുക്കിയ സ്ഥാനത്ത് ആ രുക്മിണി സ്വയംവരത്തിൻ്റെ പ്രദർശനങ്ങൾ ഇവിടെ നമ്മൾ നീട്ടി ആ കുഞ്ഞുങ്ങൾക്ക് ആദ്യം നിവേദ്യം കൊടുക്കുന്നത് പോലെ കൊടുത്ത് അതിൻ്റെ ഉച്ഛിഷ്ടം അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലി ഭജിച്ചപ്പോൾ ഒരു യാമം കഴിയുമ്പോൾ കൃത്യമായ മഴ പെയ്താൽ അതിനുള്ള ഫലം എന്താണെന്ന് നമ്മുടെയൊക്കെ ഗ്രന്ഥങ്ങളിൽ ഞാൻ പകുതി പറഞ്ഞ ദേവന്മാർ ആകാശത്ത് നിന്ന് കോരി ചൊരിയുന്ന പൂക്കളാണ് മഴ. അവർ മുഴക്കുന്ന വാദ്യവൃന്ദമാണ് ഇടി. അവർ തെളിക്കുന്ന ദീപമാണ് കാണാൻ കഴിയാത്ത ശക്തിയായി വരുന്ന മിന്നൽ എന്നൊക്കെ വായിച്ച് കേട്ടിട്ടുള്ള നമുക്ക് അതിന്ന് അനുഭവിക്കാൻ കൂടി യോഗം നൽകിയ ഈ ഓച്ചിറ പരബ്രഹ്മത്തിൻ്റെ തൃച്ചേവടികളിൽ നമസ്കരിക്കാൻ നമുക്ക് ഈ അവസരം വിനിയോഗിക്കാം. നാളെ രാജസൂയം എന്ന അധ്യായത്തോടുകൂടിയാണ് നമ്മുടെ ചടങ്ങ് ആരംഭിക്കുന്നത്. ആ രാജസൂയത്തിന് തൊട്ട് മുമ്പുള്ള അധ്യായം നാരദ പരീക്ഷ. ഈ അഷ്ടലക്ഷ്മിമാരോടൊപ്പം ഭഗവാൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് പരീക്ഷിക്കാൻ രുക്മിണി ദേവിയുടെയും ജാമ്പവതിയുടെയും സത്യഭാമയുടെയും കാളിന്തിയുടെയും മിത്രവിന്ധ്യയുടെയും സത്യയുടെയും ബദരിയുടെയും ലക്ഷ്മണയുടെയും ഒക്കെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവരെല്ലാം ഭഗവാനോടൊപ്പം സല്ലപിക്കുന്നതാണ് കാണുന്നത്. രുക്മിണിയുടെ മടിയിൽ തലവെച്ച് കിടന്നുറങ്ങുന്ന ഭഗവാനി, ജാമ്പവതിയുമായി ആയുധാഭ്യാസം ചെയ്യുന്ന ഭഗവാനി, സത്യഭാമയുമായി ചൊല്ലിയക്കം കളിക്കുന്ന ഭഗവാനി, മിത്രവിന്ധ്യയുമായി ബ്രാഹ്മണരെ പൂജിക്കുന്ന ഭഗവാനി, കാളിന്തിയുമായി കുളിക്കാൻ പോകുന്ന ഭഗവാനി, സത്യയുമായി ഹോമം ചെയ്യുന്ന ഭഗവാനി, ലക്ഷ്മണയുമായി ഗുരുക്കന്മാരെ ശുശ്രൂഷിക്കുന്ന ഭഗവാനെയും ഒക്കെ കണ്ട അത്ഭുതപ്പെട്ട നാരദൻ. അന്ന് കുറേ നേരമായി
ഓരോ മന്ദിരങ്ങളിലും സഞ്ചരിക്കുന്നുണ്ടല്ലോ, എന്താണ് യാത്രയുടെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരീക്ഷിക്കാൻ വന്നതാണ്, അതിൽ ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു, എനിക്കൊരു അനുഗ്രഹം നൽകണം. എന്താണ് നാരദ? അവിടുത്തെ നാമം ജപിച്ച് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള ഒരു അനുവാദം, ഒരു ഐഡന്റിറ്റി കാർഡ് ഒപ്പിട്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ 3 കണ്ടീഷൻ പറഞ്ഞു ഭഗവാൻ. ഞാനത് തരാം. ഈ ലോകം മുഴുവൻ അങ്ങേക്ക് എൻ്റെ നാമം ജപിച്ച് നടക്കാനുള്ള അനുവാദവും അവസരവും അനുഗ്രഹവും ഞാൻ തരാം. പക്ഷേ 3 കാര്യങ്ങൾ അങ്ങ് പാലിക്കണം. തെറ്റ് കാണുമ്പോൾ ശരി എന്താണെന്ന് വാക്കിനാൽ ചൊല്ലണം. എൻ്റെ വിഗ്രഹം ഇരിക്കുന്നിടത്തൊന്ന് തൊഴാൻ പറയണം. അവർക്കറിയാവുന്ന നാമം ജപിക്കാൻ പറയണം. തെറ്റ് കാണുമ്പോൾ ശരി എന്താണെന്ന് വാക്കിനാൽ ചൊല്ലണം. എൻ്റെ വിഗ്രഹം ഇരിക്കുന്നിടത്തൊന്ന് ശിരസ് നമിക്കാൻ പറയണം. അവർക്കറിയാവുന്ന ഒരു നാമം ചൊല്ലാൻ പറയണം. നാരദൻ രോമാഞ്ചം. ഞാനത് നിശ്ചയമായും പാലിക്കാൻ ഭഗവാനെ. ശരി, സഞ്ചരിച്ചോളൂ എന്ന് പറഞ്ഞ നാരദനെ യാത്രയാക്കിയിട്ടാണ് രാജസ്വയം. രാജസ്വയം കഴിയുമ്പോൾ കുചേലോപാഖ്യാനമാണ്. ആ കുചേലോപാഖ്യാനം ദൃശ്യാവിഷ്കാരത്തോടുകൂടി 11 മണിക്ക് മുറ്റത്ത് ആരംഭിക്കാൻ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കണം. അത് കഴിയുമ്പോൾ സന്താനഗോപാലത്തിൻ്റെ ബ്രാഹ്മണന്റെ മക്കൾ ജനിക്കുമ്പോഴെല്ലാം മരിച്ച് മാറുന്ന മക്കളെ വൈകുണ്ഠത്തിൽ പോയി അർജുനനുമായി തിരിച്ചു കൊടുക്കുന്ന സന്താനഗോപാലമാണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഏകാദശി സ്കന്ധം ആരംഭിക്കും. അതുവരെ ഭഗവാനെ കുറിച്ചാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഏകാദശി സ്കന്ധം ഭഗവാൻ പറയുന്നത്, ഉദ്ധവരോട് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. മകരമാസം 1-ാം തീയതി 12-ാം സ്കന്ധത്തിൽ വളരെ കൃത്യമായിട്ട് കൽക്കിയുടെ അവതാരത്തെ പറ്റി പറയുന്നു. മനസ്സാകുന്ന കുതിരയുടെ പുറത്ത് ജ്ഞാനമാകുന്ന ഭഗവാന്റെ വാളുമായി സഞ്ചരിച്ച് അജ്ഞാനത്തെ ഇല്ലായ്മ ചെയ്യുന്ന വിജ്ഞാനത്തിൻ്റെ പ്രഭാകിരണങ്ങൾ നമുക്ക് ദ്വാദശസ്കന്ധത്തിൽ 10-ാമത്തെ അവതാരം മത്സ്യ കൂർമ്മ വരാഹ നരസിംഹ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽക്കി അവതാരത്തോടുകൂടി നമ്മൾ ഭാഗവതത്തെ സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഭഗവാന്റെ മാർക്കണ്ഡേയ ചരിതം കേട്ടാണ് ഭാഗവതം പൂർത്തീകരിക്കുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഭഗവാന്റെ തിരുമുറ്റത്ത് ഈ മഹാഗ്രന്ഥം മകരം 1-ാം തീയതി പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലയ്ക്ക് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യം കൂടി സന്തോഷത്തോടെ എല്ലാവരെയും അറിയിക്കുകയാണ്. കുഞ്ഞുങ്ങളുമൊക്കെയായി വന്ന നെല്ല് കഴിഞ്ഞ് അരി കഴിഞ്ഞ് മലര് കഴിഞ്ഞ് അവല് കഴിഞ്ഞ് ഒരു പറധനം, അത് കഴിഞ്ഞ് ജീവിതം മധുരോധാരമാകാം. ഓമുത്തിഷ്ഠ പുരുഷ ഹരിവികല ലോകിതാക്ഷ ധനധാന്യ രത്ന സമൃദ്ധിമേ ദേഹി ദദാമയ സ്വാഹ എന്ന് പ്രാർത്ഥിച്ച് നിറവറെ കേട്ട് നമുക്ക് മകരമാസത്തിൻ്റെ തുടക്കം, ഉത്തരായന കാലത്തിൻ്റെ തുടക്കം ഈ ഓച്ചിറയിൽ നിന്ന് സ്മർപ്പിക്കാൻ മൃത്യുഞ്ജയനായ മഹാദേവനും അന്നപൂർണേശ്വരിയായ ഭഗവതിയും വിഘ്നനിവാരകനായ മഹാഗണപതിയും ജ്ഞാനപരമായ സുബ്രഹ്മണ്യസ്വാമിയും ശക്തിയും ഭക്തിയും എന്താണെന്ന് അറിയിച്ച ഹരിഹര സുതനായ അയ്യപ്പസ്വാമിയും ഹനുമാൻ സ്വാമിയും ഒക്കെ ശിവബീജത്തിൽ നിന്ന് പിറന്നവരാണെന്ന സ്മരണയോടുകൂടി നമ്മുടെ ജീവിതത്തെ തരളിതമാക്കാൻ, മനോഹരമാക്കാൻ, മനോജ്ഞമാക്കാൻ, മനോമോഹനമാക്കാനുള്ള ഒരു കോഴ്സ് കഴിഞ്ഞ് നമ്മളൊരു ജീവിതത്തിലേക്ക് പുറപ്പെടുന്നത് പോലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പ്രായോഗികമാക്കാനുള്ള ഒരു ജീവിത കൃത്യം നമ്മൾ തുടങ്ങുന്നത് പോലെ ഉത്തരായന കാലത്ത് വ്യാഴാഴ്ച അത് മനസ്സിലാക്കി സൗഭാഗ്യത്തിൻ്റെ ദിവസമായ മകരമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മുതൽ 7 ദിവസം ഇവിടെ കേട്ട നന്മകളിൽ എന്തെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ. 100 മാർക്കൊന്നും ഞങ്ങൾക്ക് വേണ്ട, 1-ാം റാങ്കും ഫസ്റ്റ് ക്ലാസ്സും ഒന്നും വേണ്ട. പക്ഷേ ഭഗവാനെ ജീവിതത്തിൽ തോപ്പിക്കില്ലേ, മാർക്ക് എത്രാന്നൊന്നും ഞങ്ങൾ ആരോടും പറയില്ല. ജയിച്ചോ തോറ്റോ എന്ന് ചോദിക്കുമ്പോൾ ജയിച്ചു എന്ന് പറയാൻ തയ്യാറണേ. മാർക്ക് 35 ആയാലും കുഴപ്പമില്ല. ജയിച്ച കൂട്ടത്തിൽ 100-കാരനും 35-കാരനും ഒരേപോലെയാണ്. അങ്ങനെ ഞങ്ങളെ ജീവിതത്തിൽ തോപ്പിക്കാതെ 1-ാം ക്ലാസ്സിൽ എന്ന് വരുത്തി ആ വെച്ചൊടിപ്പിക്കാതെ ഓരോരോ വർഷങ്ങൾ ജീവിതത്തിൽ ഞങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നത് ആധ്യാത്മികമായും ഭൗതികമായും ഉണ്ടാവണം. രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. ഒരു കാലം മാത്രം നീണ്ടുപോയാൽ അംഗവൈകല്യമാണ്, ഒരു കൈ മാത്രം ചെറുതായാൽ അംഗവൈകല്യമാണ്. രണ്ടും ക്രമാനുഗതമായി 1 ഇഞ്ച് മില്ലിമീറ്റർ തെറ്റാതെ അകത്ത് വെച്ച് ഫിറ്റ് ചെയ്തിട്ടാണല്ലോ പുറത്തിറക്കി ഞങ്ങൾ വളർത്തുന്നത്. അകത്ത് വെച്ച് അമ്മ സൃഷ്ടിച്ച് തയ്യാറാക്കിയ ആ പുതിയ ജീവന്
ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ഭൂമിയിൽ കൊണ്ടുവന്ന് ഉള്ള കളപനങ്ങളെല്ലാം പഠിപ്പിച്ച് ആ വിത്ത് ഞങ്ങളുടെ മുറ്റത്ത് നട്ട് ഞങ്ങളുടെ സൗകര്യം പോലെ വളർത്തി വലുതാക്കി വേണ്ടാത്തതും വേണ്ടുന്നതും ഒക്കെ ചിന്തിച്ച് അധോഗതി വന്നെങ്കിൽ അത് ഭഗവാന്റെ കുഴപ്പമായി പറഞ്ഞ് നല്ലത് വന്നെങ്കിൽ അത് എൻ്റെ മിടുക്കായി പറയുന്ന നന്ദികെട്ടവരായ ഞങ്ങൾക്ക് ഐശ്വര്യം വരുമ്പോൾ അന്ന് തന്നതാണെന്നും ദുഃഖം വരുമ്പോൾ ഞങ്ങളുടെ കുറവ് കൊണ്ടാണെന്നും ചിന്തിക്കാൻ സാധിച്ചാൽ ഇത് ചെറുതായി കണ്ടാൽ ഞങ്ങൾ ചെറുതാവും, ഇത് വലുതായി കണ്ടാൽ വലിയ കാര്യങ്ങൾ ഞങ്ങളുടെ ചിന്തയ്ക്ക് അപ്പുറത്ത് അവിടുന്ന് സാധിച്ചു തരും എന്ന് ഞങ്ങൾക്ക് ഈ ഗ്രന്ഥത്തിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ശക്തിയേക്കാൾ ഭക്തി, ജ്ഞാനത്തേക്കാൾ വിജ്ഞാനവും, അറിവിനേക്കാൾ തിരിച്ചറിവും അങ്ങാണ് ഈ മസ്തിഷ്കത്തിൽ തരുന്നതെന്ന് ഞങ്ങൾക്ക് ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ 5 ദിവസം കൊണ്ട് ബോധ്യപ്പെട്ടു. ഇന്നലെ അങ്ങ് ഒറ്റയ്ക്ക് നിന്ന് ആ ഗുരുനാഥന്റെ പരിചയമായ മകനെ എന്തെല്ലാം കഷ്ടപ്പെട്ട് ആ യമലോകത്ത് നിന്ന് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് ഇനി എന്താണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ ഗുരു പറഞ്ഞത് ഞങ്ങൾ കേട്ടു. ഇന്നലെ ഈ സമയത്ത് യുദ്ധം ഗുരുപ്രീതി ചെയ്തവർ ആരുമേ ഈ ത്രിലോകത്തിക്കലില്ലെന്ന് നിർണയം. ഉത്തമന്മാരായി നിങ്ങൾ വിദ്യകൾ വർദ്ധിക്കും, അതിൻ്റെ ഐശ്വര്യമാണ് എൻ്റെ ജീവിതത്തിൽ ഇതാ ചുറ്റും നിൽക്കുന്നത്. ഐശ്വര്യങ്ങളാണ്. അമ്മയെ മാനിച്ച്, അച്ഛനെ മാനിച്ച്, അപ്പൂപ്പനെയും അമ്മൂമ്മയെയും മാനിച്ച്, ദുഷ്ടനോട് വെറുത്ത് ശിഷ്ടനോട് ചെങ്ങാത്തം സ്ഥാപിച്ച് ജീവിച്ച എൻ്റെ ചുറ്റും ഇതാ നിൽക്കുന്നു ഐശ്വര്യങ്ങൾ. അവർക്ക് പേര് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. രുക്മിണി, ജാമ്പവതി, സത്യഭാമ, കാളന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ, ഓരോ പേര് അവർക്ക് കൊടുത്തിരിക്കും. ആദിലക്ഷ്മി, ഗജലക്ഷ്മി, വിദ്യാലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ധൈര്യലക്ഷ്മി, സന്താനലക്ഷ്മി, ജയലക്ഷ്മി. അവർ എൻ്റെ ചുറ്റും മത്സരിക്കുകയാണ് എൻ്റെ ഹിതം നോക്കി. ആ അഷ്ടലക്ഷ്മിമാർ നാളെ കുചേലന് കൊടുത്ത അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ. അമ്മമാരെല്ലാം ആ സമയത്ത് നിറവറകളിട്ട്, പുരുഷന്മാരെല്ലാം ആ സമയത്ത് അവൽ പൊതികൾ വെച്ച് പ്രാർത്ഥിക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മളറിയാതെ ആ ഐശ്വര്യം അവിടെ കൊഴുകി എത്തുന്നത് ഞങ്ങൾക്കും ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്കും അനുഭവിക്കാൻ ഇടയാകണമേ എന്ന് നമുക്ക് നാളെ ഈ ധനുമാസം പൂർത്തീകരിക്കുന്ന ദിവസം പ്രാർത്ഥിക്കാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പതിവ് പോലെ നമ്മൾ നിൽക്കുന്നത് ഈ ഹരൻ്റെയും ഹരിയുടെയും മകനായ ഹരിഹരസുരൻ്റെ തിരുമുറ്റത്താണ്. കോടിക്കണക്കിന് ഭക്തജനങ്ങൾ അവിടെ വന്ന് പമ്പ മുതൽ സന്നിധാനം വരെ ഒരു ദർശനം ഒന്ന് നോക്കാൻ, ഒരു നിമിഷം കാണാൻ കൊതിച്ചു നിൽക്കുന്ന സമയത്ത് നാളെ തിരുവാഭരണം ചാർത്തിയ ദീപാരാധന നടക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ അവിടെയാണെന്നുള്ള ആ സങ്കല്പത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ നന്മയും ഞങ്ങളുടെ കുലത്തിന് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രസാദ വിതരണവും സമൂഹ ഹരിവരാസന ജപവും നമുക്ക് ആരംഭിക്കാം. ഹരിവരാസനം വിശ്വമോഹനം ഹരിതധീശ്വരോ ആരാധ്യപാദുകം ഹരിനിമർദ്ദനോ നിത്യനന്ദനം ഹരിഹരാത്മജോ ദേവാശ്രയേ.
सर्वेषां पूर्णो भवतु।
സർവേശ്വരനുണ്ടോ നിരാമയ സർവേ ഭദ്രാണി പശ്യന്തോ മാ കശ്ചിൻ ദുഃഖഭാഗ് ഭവേത് സതോ സംഗമയ തമസോ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതമഗമയ കായേന വചോ മനസ്സേന്ദ്രിയേണ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സമാവൻ കരോമി അദ്യം സകലം പരസ്മൈ ശ്രീലക്ഷ്മീ നാരായണായേതി സമർപ്പയാമി. ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി. ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി. സർവം ശ്രീ ഉച്ചിര പരബ്രഹ്മതൃപാദങ്ങളെ സർവം ശ്രീ മണിയോർ ഗണപതി തൃപാദങ്ങളെ സമർപ്പയാമി. സർവം ശ്രീ ചക്കുളത്തമ്മ തൃപാദങ്ങളെ സമർപ്പയാമി. സർവം ശ്രീ 51 അക്ഷരദേവിമാർ മധ്യേ മരു പൗർണമിക്കാവ് ശ്രീ ബാല ത്രിപുരസുന്ദരി അമ്മ തൃപാദങ്ങളെ സമർപ്പയാമി. സർവം ശ്രീ ഭാഗവത ഹംസം മളിയോർ പൊന്നു തിരുമേനി തൃപാദങ്ങളെ സമർപ്പയാമി. പൂർണ്ണമദ പൂർണ്ണം ഇദോ പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ പൂർണ്ണസ്യ പൂർണ്ണം അദായ പൂർണ്ണം ഏവാ അവശിഷ്യത്തെ. ശാന്തി ശാന്തി ശാന്തി. അദ്ദേഹത്തിന് ഏതൊരു ദേവന്റെ തിരുമുറ്റത്താണോ ഈ മംഗളകർമ്മം നടക്കുന്നത് അവിടെ കുടികൊള്ളുന്ന എല്ലാ ദേവന്റെയും മുന്നിൽ കൈകൂപ്പി വീണ് തൊഴുത ദേവിയെ ഞങ്ങൾ രാവിലെ മുതൽ വിളിക്കാം. ആ ദേവി ഭഗവാനോടൊപ്പം ചേരുന്നത് പോലെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങളുടെ ആൺമക്കളോടൊപ്പം മഹാലക്ഷ്മി ദേവിമാരായ വധു ഞങ്ങളുടെ പെൺമക്കളോടൊപ്പം മഹാവിഷ്ണുവിന് സമാനന്മാരായ നല്ല വരന്മാർ അവരെയൊക്കെ ലഭിക്കാനുള്ള പ്രാർത്ഥന ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ശിരോണിയായ അമ്മയെ നമ്മൾ വിളിക്കുന്നതനുസരിച്ച് എങ്ങനെയാണോ നമ്മൾ വിളിക്കുന്നത് അതേപോലെ വരും എന്നാ മലയോർ തിരുമേനിയുടെ വാക്കാണ് നമുക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കും.
കൃത്യം 6 മണിക്ക് ഗണപതി ആൽത്തറയിലെയും കിഴക്കേ ആൽത്തറയിലെയും വടക്കേ പടിഞ്ഞാറേ ആൽത്തറയിലെയും വടക്കുള്ള കുട്ടിക്കാവിലെ ദീപാരാധന കഴിഞ്ഞ 6:45 കൃത്യമായി നമ്മുടെ സത്സംഗം തുടങ്ങാനെത്തിയപ്പോൾ കേരളത്തിലെ പ്രമുഖ ശില്പിയായ ചെങ്ങന്നൂരിലെ ശ്രീ സദാശിവൻ അവർ കുടുംബസ്ഥനോടൊപ്പം നിൽക്കുന്നതാണ് ലക്ഷണമായി കണ്ടത്. ശിലയെ ശിവരൂപമാക്കി മാറ്റുന്ന ശില്പി. ആ ശില നെഞ്ചോട് ചേർത്ത് വെച്ച് തനിക്ക് തൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന മന്ത്രം ജപിച്ച് ഈ ശിലയിൽ വിഷ്ണുവായി, പരമശിവനായി, ദുർഗയായി, ലക്ഷ്മിയായി, സരസ്വതിയായി കുടികൊള്ളണേ എന്ന ശില വെച്ച് ആ ശിലയിൽ ഭദ്രകാളി അമ്മയെ, ഭദ്രകാളി യാമത്തിൽ അക്ഷരാഭ്യാസമില്ലാത്ത പൂജാരി, ആ പഞ്ചായത്തിൽ പോലും അറിയാത്ത, ആ വാർഡിലെ ഏതാനും ആളുകൾക്ക് മാത്രം അറിയാവുന്ന, പലപ്പോഴും വിഗ്രഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വിഗ്രഹത്തിന് മുന്നിൽ നിവേദ്യം കൊണ്ടുവച്ചാൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ആ നിവേദ്യം കാണില്ല. ഭദ്രകാളി അമ്മയെ പൂജിക്കുന്ന ഗദാധരൻ എന്ന ആത്മാർപ്പണമുള്ള അവതാര പുരുഷൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഈശ്വരനെ കാണാൻ കഴിയുമോ എന്നൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു. എങ്ങനെ നിന്നെ കാണുന്നവൻ? നിനക്ക് കാണണോ? എന്നെ ഒന്ന് തൊട്ടോളൂ. തൊട്ടു, കണ്ടു. ആ ചെറുപ്പക്കാരനാണ് ഈ ഓഡിറ്റോറിയത്തിൻ്റെ മുകളിൽ കാഷായ വസ്ത്രം ധരിച്ച്, കാഷായ വസ്ത്രം തലയിൽ കെട്ടി, ഈശ്വരൻ സത്യമാണ്, അതിനെ കാണാൻ സാധിക്കും, സംസാരിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. നോട്ട് ഓൺ മൈ മെറിറ്റ് ബട്ട് ഓൺ മൈ ഗുരുസ് ഗ്രേസ് ഓൺലി. ആ ദിവസം ആ ഗുരു ദേവിയെ കാണിച്ചു കൊടുത്ത ദിവസം ചൊവ്വാഴ്ച, മംഗളവാരം. ആ ചൊവ്വാഴ്ചയാണ് രുക്മിണി ദേവി അഷ്ടലക്ഷ്മിമാരായി ഇന്ന് ഭഗവാനോടൊപ്പം ചേർന്നത്. മഴക്കാലമല്ലാത്ത ചുട്ടുപഴുത്ത വെയിലിൽ മണ്ണ് തിളയ്ക്കുന്ന മണ്ണായി മാറി 12:30 മുതൽ 3:30 മണി വരെ ഇപ്പോൾ നമ്മുടെ അന്നദാന മന്ദിരത്തിൻ്റെ കാണിക്ക വെച്ച് നിൽക്കുന്ന സ്ഥലത്ത് ശ്രീ നാരായണ ഗുരുദേവൻ ഗോചര പരബ്രഹ്മത്തെ ദർശിച്ച മുറ്റത്താണ് നമ്മൾ ഇന്ന് രുക്മിണീ സ്വയംവരം ആഘോഷിച്ചതും അഷ്ടലക്ഷ്മി സ്തോത്രം ജപിച്ചതും. അത് കഴിഞ്ഞ് അമൃതപ്രവാഹമായി ഗംഗാ നദിയായി മഹാദേവൻ ഈ ഭൂമിയെ മാറ്റിയതും എന്ന സ്മരണ മറക്കാതെ ആ ഗംഗയെ ശിരസിൽ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാദേവ, ഞാൻ വന്നപ്പോൾ ഈ നാട്ടുകാർ പറയുന്നു വെള്ളമില്ലെന്ന്, അങ്ങേക്ക് അവരുടെ ജലക്ഷാമം മാറ്റിക്കൊടുക്കാൻ സാധിക്കില്ലേ എന്ന് ശ്രീ നാരായണ ഗുരുദേവൻ ചോദിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവിടെ മഴ പെയ്ത ചരിത്രം നമ്മുടെ ഗ്രന്ഥങ്ങളിലുണ്ട്. ഗോചര പരദേവർക്ക് സാധിക്കാത്തതൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ ചോദിക്കുന്നത് അതുപോലെ ലഭിക്കുന്നത്. ചോദിക്കുന്നതിൻ്റെ ഒരു മാന്യത, ആ വേ ഓഫ് പ്രസന്റേഷൻ, ആ അപ്രോച്ച് എങ്ങനെയാണോ അതേപോലെയാണ് കിട്ടുന്നത്. അപ്പുറത്തെ വീട്ടിൽ കിടം വാങ്ങിക്കാൻ പോയാലും സൗകര്യമുണ്ട്, 1000 രൂപ തരണമെന്ന് പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിലും തരില്ല. മറിച്ച് ഞാനൊരു കാര്യം പറയാനായിരുന്നു വന്നത്, നാളെ ഉച്ചയ്ക്ക് തിരികെ തരാം, ഒരു 1000 രൂപ തരണമെന്ന് പറഞ്ഞാൽ കയ്യിലില്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി കിടം വാങ്ങിച്ച് നമ്മൾ കൊടുക്കും. അതേപോലെ ഭഗവാനോട് പ്രാർത്ഥനയിലൂടെ ആ മഹാലക്ഷ്മിയെ ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് അഷ്ടലക്ഷ്മി സ്തോത്രം ആവർത്തിച്ച് ജപിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് നിവേദ്യം കൊടുക്കുന്നത് പോലെ ഉച്ചകളത്തെ പായസം കൊടുത്ത് അതിൻ്റെ ഉച്ഛിഷ്ടം ഭരിച്ചിട്ട് നമ്മൾ ഭജിച്ച് കഴിയുമ്പോൾ 3 മണിക്കൂറിനുള്ളിൽ ആ സ്ഥലത്ത് അറിയാം ഭഗവാന്റെ സാന്നിധ്യം എന്നത് നമുക്കിന്ന് അനുഭവിക്കാൻ സാധിച്ചു. അതിന് ഗോചര പരദേവരുടെ ഈ മണ്ണിൽ നമ്മൾ ഉച്ചയ്ക്ക് പ്രദർശനം ചെയ്ത് വന്നതുപോലെ മനസ്സുകൊണ്ട് ഒരു ശയന പ്രദർശനം എല്ലാവരും ചെയ്തു വേണം. തൽക്കാലത്തേക്ക് വീടുകളിലേക്ക് പോയി നാളെ നമ്മളിവിടേക്ക് വരാൻ. ആ വീട് നമ്മുടെ അല്ലല്ലോ. സ്ഥലം വാങ്ങിക്കുമ്പോൾ വില്ലേജ് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കരമടയ്ക്കണം. വീട് വെക്കുമ്പോൾ പഞ്ചായത്ത് ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത് കരമടയ്ക്കണം. ഭഗവതി നിലമുറയ്ക്ക് ഭഗവാൻ നിലമുറയ്ക്ക് ആനപ്പുറത്ത് എഴുന്നള്ളുമ്പോൾ നമ്മൾ വാടകക്കാരെന്നുള്ള നിലയിൽ വെളിയിൽ ഇറങ്ങി വന്ന് ഞങ്ങളുടെ വാടകയ്ക്ക് താമസിക്കാൻ അനുഗ്രഹിക്കണം എന്ന് നിലമുറയിട്ട് പ്രവർത്തിക്കണം. അപ്പോൾ ഇതൊന്നും നമ്മുടേതല്ല എന്ന് ആധ്യാത്മികമായും ഭൗതികമായും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് അവിടെ അണയാതെ ആൽത്തറകളിൽ തെളിയുന്ന ദീപവും പൂർണ്ണം, ഇവിടെ തെളിച്ചു വെച്ചിരിക്കുന്നതും പൂർണ്ണം. പൂർണ്ണം അത്, പൂർണ്ണം ഇതം.
ആ പൂർണ്ണത്തിൽ നിന്നാണ് ഈ പൂർണ്ണം ഉണ്ടായത്. പൂർണ്ണം ഉദച്യതേ. ഇതണഞ്ഞാൽ അതുണ്ട്, അതണഞ്ഞാൽ ഇതുണ്ട്. രണ്ടുമണഞ്ഞാൽ ആർക്കും അണയ്ക്കാൻ കഴിയാത്ത, ആർക്കും തെളിക്കാൻ കഴിയാത്ത ഒരു ദീപം. നാളെ രാവിലെ 6 മണിക്ക് അന്യരാജ്യത്തിൽ ഇപ്പം പോയി കത്തി വെളിച്ച് നിൽക്കുന്നയാള് നാളെ രാവിലെ എത്തിച്ചേരും. ആ പൂർണ്ണം മാത്രം എപ്പോഴും ശേഷിക്കും എന്നോർക്കണം. അതോർക്കാൻ നമുക്ക് 2 ദിവസം കൂടി ഭാഗവതത്തിലൂടെ അവസരം നൽകണേ ഭവാനി. ഇന്ന് മുതൽ കുട്ടികളെയൊക്കെ സൂക്ഷിക്കണം, മുതിർന്നവർ യാത്ര ചെയ്യുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പണ്ട് പറയുമായിരുന്നു. വാഹനം, വൈദ്യുതി, വെള്ളം ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ഈ ഹോമം ചെയ്യുമ്പോൾ ഹോമകുണ്ടത്തിൻ്റെ മുകളിൽ ആ ദർഭപ്പുല്ലില് ആ തേനും മലരും ഒക്കെ നക്കാൻ എറുമ്പ് വന്നിരിക്കുന്നത് പോലെ ഇരിക്കണം. ഇനിയുള്ള 2 ദിവസം ആ ദർഭപ്പുല്ലെടുത്ത് കരിക്കുമ്പോൾ ആ എറുമ്പ് ആ അഗ്നിയിൽ പെട്ടുപോകുമോ, കരിച്ചതിൻ്റെ ബാക്കി വെളിയിലോട്ട് ഇടുമ്പോൾ വെളിയിൽ രക്ഷപ്പെടുമോ എന്ന് നമുക്കറിയില്ല. അതുപോലെ ഈ യാഗം മുടക്കാൻ കലിയുഗത്തിൽ ദുർദേവതകളൊക്കെ നോക്കും. ഒരു നിമിഷമെങ്കിലും ഇവിടെ വന്നിരുന്ന് ഒരു പുഷ്പാഞ്ജലി നടത്തി, ഒരു നിർമ്മല അർപ്പിച്ച്, ഒരു നേരം ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് അതിൻ്റെ ഒരു തുള്ളി രക്തവും കൂടി ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേ ദേവിയെ അമ്മയെന്നും ഭഗവാനെ അച്ഛനെന്നും ഒക്കെ വിളിക്കാനുള്ള അനുവാദം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഓച്ചിറയിൽ വന്ന ഭദ്രം പാർത്ത ഭിക്ഷക്കാരോടൊപ്പം ഇരുന്ന കഞ്ഞിയും മുതിരെയൊക്കെ കഴിച്ചു പോകുന്നത്. വലിയ കൊട്ടാരം വിട്ട് കുടിലിൽ വന്ന് താമസിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ലോകത്തിന് നൽകാൻ പറ്റുന്ന സിലബസിലില്ലാത്ത മാതൃകകളാണ് ഓച്ചിറയിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതെന്ന് ഓർത്ത് നാളെ എല്ലാവരും ഈ കാലത്തെ ധനുമാസം പൂർത്തീകരിക്കുന്ന ദിവസം എന്ന നിലയിൽ പ്രാർത്ഥിക്കുകയും ഉത്തരായന കാലം തുടങ്ങുന്ന പകരം 1-ാം തീയതി വൈകിട്ട് ദീപാരാധനയോടുകൂടി അവബോധ സ്ഥാനത്തോടുകൂടി നമുക്ക് നാമം ജപിക്കാനും പിന്നീട് ശബരിമല പോകേണ്ടവർക്കൊക്കെ 2, 3, 4, 5 മകരം 5 വരെ നട തുറന്നിരിക്കും. അവിടെ പോയി പ്രാർത്ഥിക്കാം. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഒന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. ഒരു ഭക്തനെ സംബന്ധിക്കുന്നിടത്തോളം അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാണുകയും കേൾക്കുകയും ഒന്നും ചെയ്യുന്നത് നമ്മളെ ബാധിക്കില്ല. താമര നിൽക്കുന്നത് ചെളിയിലാണെങ്കിലും താമര ദളത്തിൽ, താമര ഇലയിൽ ചെളിയില്ലല്ലോ. പങ്കം ചെളി, പങ്കത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ട് പങ്കജം. ചേമ്പ് നിൽക്കുന്നത് വെള്ളത്തിലാണ്, ചേമ്പല വെള്ളം സ്വീകരിക്കില്ല. നമ്മുടെ കുളത്തിൽ നോക്കിയാൽ ആമ്പലും താമരയും ഒക്കെ നിൽക്കുന്നത് കാണാം. മൊസയ്ക്ക് തറയില്ല, അവ വളരില്ല, അത് ചെളിയിലെ മുളയ്ക്കും. കലിയുഗത്തിലാണ് ജീവിക്കുന്നത്. ഇതൊക്കെ പ്രകൃതിയിൽ സാധാരണമാണ്. ഇതൊക്കെ ശ്രീരാമേന്ദ്രൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, ഇതൊക്കെ ശ്രീകൃഷ്ണഭഗവാന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇതൊന്നും ഭക്തജനങ്ങളെ ബാധിക്കില്ല. അവരവർ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം ശ്രദ്ധയില്ലാതെ ചെയ്യുന്നതായാലും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായാലും അതിനൊക്കെ ഒരു ഫലമുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. അതൊന്നും ഭക്തനെ ബാധിക്കില്ല. ഭഗവാനെ സംബന്ധിച്ചതെല്ലാം പറഞ്ഞു. ശബ്ദമണി മോഷ്ടിച്ചവനാണെന്ന് പറഞ്ഞു, പെടുങ്ങളെ പുറകെ നടക്കുന്നവനാണെന്ന് പറഞ്ഞു, കുബ്ജയെന്ന കളവിയെ പോലും വെറുതെ വിട്ടവനല്ലെന്ന് പറഞ്ഞു, ഇവൻ ഭാര്യ പെണ്ണയും ഒക്കെ മോട്ടിച്ചവനാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ സ്വർണം മോട്ടിക്കാതിരിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷിവൃന്ദങ്ങളെ നിങ്ങൾ കൊണ്ടോ കണ്ടു എൻ്റെ പത്മാക്ഷി എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്ന ശ്രീരാമേന്ദ്രൻ എങ്ങനെ ഈശന്യാകുമെന്ന് ചോദിച്ചു. ഈശന്യാണെങ്കിൽ അയാളുടെ ഭാര്യയെ ലങ്കയിൽ കൊണ്ടുപോയി രാക്ഷസ സ്ത്രീകളുടെ മധ്യത്തിൽ ഇരുത്തുമോ എന്ന് ചോദിച്ചു. ഒന്നും അവരെ ബാധിച്ചില്ലല്ലോ. നമ്മളെ ഇതൊന്നും ബാധിക്കാതെ നമുക്ക് വലുത് ഈശ്വരനാണ്. അത് പരദേവനും അയ്യപ്പസ്വാമിയും മഹാലക്ഷ്മിയും മഹാവിഷ്ണുവും പരമശിവനും പാർവതിയും ഗണപതിയും സുബ്രഹ്മണ്യനും ഒക്കെ ഞങ്ങളുടെ മനസ്സിൽ കുടികൊള്ളുന്ന വിഗ്രഹങ്ങളാണ്. അതൊന്നും മാറ്റാൻ ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല. അത് ഈശ്വരീയമായ ധർമ്മത്തിൽ ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ഞാനും നിങ്ങളും ഒന്നും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാറില്ലല്ലോ. ഞങ്ങളുടെ കുലത്തെ നോക്കിക്കോണേ എന്ന് മാത്രം പറഞ്ഞാൽ മതി. എല്ലാവർക്കും സുഖം വരണേ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് സുഖം വരണേ എന്ന് പ്രത്യേകം പറയണം, വേണ്ട. ആ എല്ലാവരിലും നമ്മളുണ്ടല്ലോ. പ്രസവ വാർത്ത എന്ന് എഴുതിയിട്ട് പിന്നെ ബ്രാക്കറ്റിൽ സ്ത്രീകൾക്ക് മാത്രം എന്ന് വേണ്ടല്ലോ. അഡ്മിഷൻ റെസ്ട്രിക്റ്റഡ് ഓൺലി ലേഡീസ് എന്ന് എഴുതുമോ, വേണ്ട. സ്ത്രീകളെ പ്രസവിക്കുമെന്ന് അറിയാം. എല്ലാവർക്കും സുഖം വരണേ എന്ന് ഇവിടെ എവിടെയെങ്കിലും നിന്നുകൊണ്ട് പറഞ്ഞാൽ അത് നമ്മുടെ കാര്യം കൂടിയാണെന്ന് നമ്മളെക്കാൾ മഹാദേവൻ അറിയാം. മക്കൾക്ക് വേണ്ടത് എന്താണെന്ന് മക്കളെക്കാൾ അറിയാവുന്ന അമ്മയ്ക്കല്ലേ, അച്ഛനല്ലല്ലോ. അച്ഛൻ്റെ കൂടെ കാര്യം അമ്മയാണ് നോക്കുന്നത്. അവിടെ ഭക്ഷണം വിളമ്പുമ്പോഴായാലും നമ്മുടെ സുഖമായ ഉറക്കത്തിന് ബെഡ് വിരിക്കുമ്പോഴായാലും ഉണർത്തുന്നതായാലും ചായ ഇടുന്നതായാലും ഭാര്യ എന്ന സ്ത്രീ ഭർത്താവിനെയും മക്കളെ ഒരേപോലെയാണ്. ഇതേപോലെയാണ് ഭഗവാനെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതെൻ്റെ അഭിപ്രായമല്ല, മള്ളിയൂർ മേനി പറയുന്നത്. ഒരു ഭർത്താവിനെ ഭാര്യ എന്ന സ്ഥാനത്ത് കൊണ്ട് നിന്നുകൊണ്ട് സംരക്ഷിക്കാനും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും വിധവയാകാതിരിക്കാനും ഒരു ഭാര്യ എങ്ങനെയാണോ തൻ്റെ
അതേ ഭാര്യ തന്നെയാണ് ആ ഭർത്താവിൽ നിന്ന് ജനിച്ച മക്കളെ നോക്കുന്നത്. അവരുടെ കടമകൾ ഒരു വ്യക്തി ഭാര്യയായും അമ്മയായും നോക്കുന്നത് പോലെ ഈ ജഗത്തിന്റെ മുഴുവൻ സംരക്ഷണ ചുമതല ഒരു മഹാശക്തിയും ഭഗവാനും ഒരുമിച്ച് ചേർന്ന് നടത്തുന്നുണ്ടെന്ന് ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കാത്തവൻ മൂഢൻ, ജീവിച്ചിരിക്കുമ്പോൾ ചിന്തിക്കുന്നവൻ ശ്രേഷ്ഠൻ. ആ മൂഢൻ അതിന്റെ ഫലം അനുഭവിക്കും. ആ ശ്രേഷ്ഠന്റെ പിറകിൽ നിന്നുകൊണ്ട് ഭഗവതിയും ഭഗവാനും അവനെ അനുഗ്രഹിക്കും. ഭക്തനെ മുന്നിൽ നടത്തിയിട്ട് അവന്റെ ആനന്ദം കാണാനാണ് ഭഗവാനും ഭഗവതിയും ആഗ്രഹിക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും മറക്കരുത്. അത്രയൊക്കെ ജ്ഞാനം നമുക്കുണ്ടായാൽ വലിയ വേദാന്തമൊന്നും നമുക്കുണ്ടാവണ്ട. അതൊന്നും നമുക്ക് താങ്ങാൻ പറ്റുന്നതല്ല. വലിയ വേദാന്തത്തിലേക്കൊന്നും പോകണ്ട. അതിനാണ് നാരദനോട് നാളെ രാവിലെ പറയുന്നത്, എൻ്റെ വിഗ്രഹം കാണുമ്പോൾ ഒന്ന് തൊഴാൻ പറയുക, അവനെ ജനങ്ങൾ തൊഴും. അവനിവിടെ ഒന്ന് വീണ് നമസ്കരിക്കാൻ പറയുക, അവൻ ജീവിതത്തിൽ വീഴില്ല. അവൻ ഇവിടെ ഒന്ന് കറങ്ങാൻ പറയുക, അവൻ ജീവിതത്തിൽ കറക്കം ബാധിക്കില്ല. ഇത്രയൊക്കെ വേദാന്തമൊക്കെ നമ്മളെ പാവങ്ങൾ കുറിച്ചാൽ മതി. കലിയുഗത്തിൽ 1 കോടി ആളുകളിൽ ഒരാൾക്ക് കിട്ടുന്ന സൗഭാഗ്യമാണോ ഇതിനകത്ത് കയറി ഇരിക്കാനും ഇവിടെ ഒന്ന് വരാനും കഴിയുന്നെങ്കിൽ എന്ന് മാത്രം ഓർക്കുക. അതാ ഈ ഗ്രന്ഥത്തിലുണ്ട്. 1 വർഷം പഠിക്കുന്നത് മുഴുവനൊന്നും പരീക്ഷയ്ക്ക് എഴുതുന്നുണ്ടല്ലോ. 1 വർഷം പഠിച്ച ഒരു വിഷയം 2 മണിക്കൂർ എഴുതിയാൽ മതി. 33 ചോദ്യങ്ങൾക്ക് ഉത്തരം, 33 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി 100-ൽ 100 ഞങ്ങൾക്ക് വേണ്ട. ഒരു 10 ചോദ്യത്തിനൊക്കെ ഉത്തരം എഴുതി ബാക്കിയുള്ളത് തെറ്റിപ്പോയാലും ഞങ്ങളെ തോപ്പിക്കല്ലേ ഭഗവാനെ എന്നുള്ള ഒറ്റ പ്രാർത്ഥന നമ്മളെ ശ്രേഷ്ഠമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളെ രാവിലെ 6 മണിക്ക് വീണ്ടും ഈ മുറ്റത്ത് വരാനുള്ള അനുവാദവും അവസരവും അനുഗ്രഹവും പാസ്പോർട്ടും NOC-യും ഒക്കെ നോക്കി പരിശോധിച്ച് ടിക്കറ്റ് നോക്കി നമ്മൾ തന്നെയാണോ എന്ന് നോക്കി അകത്തേക്ക് ഉദ്യോഗസ്ഥന്മാർ കടത്തിവിട്ട് ജീവിതയാത്ര ഏറ്റവും ശ്രേഷ്ഠമാക്കാനും എളുപ്പത്തിലെത്തണമെങ്കിൽ കുറെ സ്ട്രിക്റ്റ് നിയമങ്ങൾ പാലിക്കണം. തോന്നിയ പോലെ ഒന്നും ജീവിച്ചാൽ എളുപ്പത്തിലെത്താൻ പറ്റില്ല. കായംകുളത്ത് എന്നാൽ കൊല്ലത്ത് എന്നാൽ 3 ദിവസം കൊണ്ട് ഡൽഹിയിൽ എത്താവുന്ന ജയന്തി ജനത കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക ഒക്കെ കറങ്ങി മഹാരാഷ്ട്രയിലെത്തും. 1.5 ദിവസം കൊണ്ട് ചെല്ലാവുന്ന നേത്രാവതി കൊങ്കൺ ട്രെയിൻ പാതയിലൂടെ എത്തും. ഓട്ടോറിക്ഷയിൽ പോയാൽ 3 മാസം കൊണ്ടെത്താം. ബസ്സിൽ പോയാലും 3 ദിവസം കൊണ്ടെത്താം. പക്ഷെ നീ ചില കൃത്യമായ നിയമങ്ങൾ പാലിച്ച് നെടുമ്പാശ്ശേരിയിൽ എത്തിയാൽ 1.5 മണിക്കൂർ കൊണ്ട് ബോംബെയിലെത്തും. അവിടെ ആ നിയമം പാലിക്കും. തോന്നിയ പോലൊന്നും അല്ലാതെ ഞങ്ങൾ കയറ്റിവിടില്ല. പെട്ടി തുറക്കാം, അല്ലാതെ എൻ്റെ സ്ഥാനമാണ്, നിന്റെ സ്ഥാനമാണെന്ന് ഞങ്ങൾ പറയാം. ഞങ്ങൾ നോക്കും, അതഴിച്ചു വേണ്ടാത്തടുത്തവർ ദൂരെ കളയും. വില കൂടിയാന്ന് പറഞ്ഞാൽ കൊണ്ടുപോകാൻ പറയും. കൃത്യമായി അവിടെ പോയിരിക്കുക. 2 മണിക്കൂർ വായി നോക്കിയിരിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോൾ ഗേറ്റിനകത്തൂടെ അതിനകത്ത് കയറുക. കയറി കഴിഞ്ഞ് നിന്റെ സീറ്റിൽ ഇരിക്കുക. നീ സീറ്റിൽ ഇരിക്കുന്നത് കൃത്യമാണോ എന്ന് ഞങ്ങൾ നോക്കാൻ പറയും. നീ ബെൽറ്റൊക്കെ ഇട്ട് ലഗേജൊക്കെ വെച്ച് അടച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾ നോക്കും. യാത്ര തുടങ്ങുമ്പോൾ എയർ ഹോസ്റ്റസ് എന്ന് പറയും, എല്ലാവർക്കും നമസ്കാരം. ഓടിക്കുന്നത് സ്വിറ്റ്സർലൻഡുകാരനായ ജോർജിയോ ആണ്. നമ്മൾ ഈ യാത്ര അവിടെ ചെല്ലുമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ഓക്സിജൻ കിട്ടാത്ത സ്ഥലത്ത് വരുമ്പോൾ ഓക്സിജൻ നിങ്ങളുടെ സീറ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് ശ്വസിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അവരത് കാണിച്ചു തരും. പിന്നെ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഞങ്ങളൊരു അനൗൺസ്മെന്റ് നടത്തുമ്പോൾ ഒരു ഉടുപ്പിട്ടുകൊണ്ട് വെളിയിലോട്ട് ചാടിക്കും. ആ ഉടുപ്പിട്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് രണ്ടും കണ്ടിട്ട് നാളെ ഒരു അമ്മ പറഞ്ഞു, എനിക്ക് പോകണ്ട, എന്നെ ഇറക്കി വെളിയിടാൻ. മക്കൾ പറഞ്ഞു, എന്തായാലും ആ തീയമ്മയെ നോക്കാം, അവരത് കാണിക്കുന്നില്ലേ ഉള്ളൂ, അമ്മ കണ്ടോണ്ടിരുന്നാൽ മതി. ആ ഉടുപ്പിട്ട് കാണിച്ചു, ശ്വസിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു, എമർജൻസി വാതിലും കാണിച്ചു. നമുക്ക് പോകാം, യാത്ര തിരിക്കാം. വാത്സ്യായനും ചരകനും അഗസ്ത്യനും വിശ്വാമിത്രനും വസിഷ്ഠനും ഒക്കെ എഴുതി വെച്ച കാര്യങ്ങൾ ഇംഗ്ലീഷുകാരൻ അവൻ പ്രായോഗികമാക്കി. ഇന്ന് ഭഗവാനെയും ഭഗവതിയെയും വെച്ചുകൊണ്ട് ഗരുഡൻ എങ്ങനെയാണോ കൈലാസത്തിലേക്ക് പറക്കുന്നത്, അതുപോലെ അവൻ വിമാനം റൈറ്റ് സഹോദരന്മാർ ജനിക്കുന്നതിന് യുഗങ്ങൾക്ക് മുൻപ് ശ്രീരാമചന്ദ്ര മഹാപ്രഭു ആ മഹർഷിയുടെ ആശ്രമത്തിൽ പോയി താമസിച്ചതായി രാമായണത്തിലുണ്ട്. ദി സെയിം ഭരദ്വാജ മുനി കണ്ടുപിടിച്ച വിമാനം പറന്നു പോയി പക്ഷിയുടെ ചിറക് ശരീരത്തോട് അടിയിൽ ചേർത്ത് വെച്ച് പറക്കുന്നത് പോലെ വിമാനം പറന്നു. ലാൻഡ് ചെയ്യുന്നതിന് 1 സെക്കൻഡ് മുമ്പ് ഒരു സ്വിച്ച് ഇടുമ്പോൾ ആ പക്ഷിയുടെ കാലുകൾ ഭൂമിയിലേക്ക് ഉരസുന്നത് എങ്ങനെയാണോ അതേപോലെ വെറും 2 ടയർ
വെറും 2 ടയർ, ഒരു ട്രക്കിന്റെ 2 ടയറിനേക്കാൾ ചെറുതായ 2 ടയർ ഭൂമിയിൽ വന്ന് ഉരസി ഓച്ചിത പരിദേവരുടെ ഈ മുറ്റത്ത് ഉരസുന്നത് കായംകുളത്ത് പോയേ നിൽക്കൂ, അത്രയും സ്പീഡിലാണ് വന്നത്. കായംകുളത്ത് നിന്ന് ഹരിപ്പാട്ട് വരെയുള്ള ദൂരമുണ്ട്. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ നിന്ന സ്ഥലത്ത് എയർലൈൻസിന്റെ ബസ് തന്നെ വന്ന് നിൽപ്പുണ്ട്. ഒരു ഹരിപ്പാട്ട് കൊണ്ടിറക്കി നിന്നെ വിളിയിട്ടുള്ളൂ. ആ സ്വിച്ച് ഇടുമ്പോൾ ആ ടയറുകൾ അമരുന്നില്ലെങ്കിൽ ആ വിമാനത്തിൻ്റെ ബോഡി ഒരഞ്ഞ് ഒരു തീക്കുണ്ടമായി നമുക്ക് ഒരുമിച്ച് മാറാം എന്ന് പറഞ്ഞാണ് വിമാനത്തിൻ്റെ യാത്ര തുടങ്ങുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ജീവിത യാത്ര എത്രയോ ക്ലേശകരമാണ്. എത്രയോ പേരുടെ ശ്രദ്ധയും എത്രയോ പേരുടെ ഉത്തരവാദിത്വങ്ങളും എത്രയോ പേരിങ്ങനെ സമയം നോക്കി വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ അവൻ്റെ നെഞ്ചിൽ ഈ വിമാനം 440 യാത്രക്കാരെയും അവരുടെ 4 ഇരട്ടി ഭാരമുള്ള ലഗേജും കൊണ്ട് ഈ ആകാശത്തിലൂടെ എങ്ങനെ പറന്നു വന്ന ബോംബെയിൽ ഛത്രപതി ശിവാജി ടെർമിനലിൽ ഇറങ്ങുന്നു, അതേപോലെ നമ്മുടെ ജീവിതയാത്ര അനേകം പാഠങ്ങളും ലഗേജുമായി വഴിയറിയാതെ പോകുന്ന ഒരു സമൂഹത്തിന് മാർഗദർശകമായി പൊന്നുതമ്പുരാനായ ഓച്ചറപ്പന ബ്രഹ്മം ഇരിക്കുകയാണ്. ഭാഗവതം കേൾക്ക, എന്നോട് വന്ന് മഹാവിഷ്ണുവായ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞതും എൻ്റെ അടുത്ത് വന്ന് എന്നെ പറ്റിച്ചെന്ന് കരുതി കാമദേവൻ ഉണ്ടാകുന്ന നാളിലെ എനിക്ക് മരണമുള്ളൂ എന്ന് ചിന്തിച്ച ശങ്കരൻ എന്തിയടായിപ്പോ? എവിടെടാ കംസൻ? എവിടെ ജരാസന്ധൻ? എവിടെ ശിശുപാലൻ? ഭഗവാനെ ആക്ഷേപിച്ചവനവന് 2 അമ്മയാണ്, 2 അച്ഛനാണ്, പെണ്ണുങ്ങൾ ഇവിടെ എല്ലാം ഉണ്ടോ? അവനവൻ്റെ പറയാൻ നടക്കും. കേട്ടില്ലേ, കണ്ടവരുണ്ടോ എൻ്റെ കണ്ണനെ എന്ന് പറഞ്ഞ് പറയണം നടക്കുന്നത്? അവർക്കറിയാം കാര്യമെന്തോ എന്ന്. പാഞ്ചാലിയുടെ പുറകിൽ നടക്കാനാണ് അവൻ പാണ്ഡവന്മാരുടെ കൂടി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴും അദ്ദേഹം താളമടിച്ചുകൊണ്ട് അതെല്ലാം കേട്ട് ചിരിച്ചോണ്ടിരുന്നു. ശ്രീ നൃത്തനാഥന്റെ പേവാക്കുകളെന്ന് അർജുനൻ പറഞ്ഞപ്പോൾ അർജുനനെ ചെന്നിട്ട് പറഞ്ഞു, എന്നെ പറ്റി പറഞ്ഞതിന് എനിക്കില്ലാത്ത ദേഷ്യം നിനക്കെന്തിനാണ്ട? അവൻ പറഞ്ഞ എല്ലാം സത്യമല്ലേ? 2 അമ്മയല്ലേ, 2 അച്ഛനല്ലേ, അമ്മാവനെ കൊന്നവനല്ലേ, പാലിതനെ കൊന്നവളെ കൊന്നവനല്ലേ, ഞാൻ കന്നുകാലികളെ മേയിച്ചോണ്ട് നടക്കുന്ന പട്ടിക വർഗത്തിലല്ലേ ജനിച്ചേ? സാന്ദീപനി ഒരു പൂവിട്ട് തന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ആയെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് നീ കൊല്ലണ്ട അവനെ. എന്നെ ആക്ഷേപിച്ചവനെ കൊല്ലാൻ എനിക്കറിയാം. അവനെ ഞാനിപ്പോൾ കൊല്ലുമെന്ന് നോക്കിയാണിരുന്ന് എന്നെ ഈ പറയുന്നതല്ല. ഇതൊക്കെ പറയുന്ന ഒരു ഭഗവാന്റെ മഹാസങ്കല്പമാണ്. രാവിലെ സുന്ദരമായ ഭക്ഷണം, ഉച്ചയ്ക്ക് സുന്ദരമായ ഭക്ഷണം, വൈകിട്ട് ഇതിനകത്തിരിക്കുന്നവർക്ക് ചായ, പോകാൻ നേരത്തിന് ഇറങ്ങിയോടെ വചനപ്പെടുന്നവരുടെ മുന്നിൽ നിന്ന് പോണ്ട എന്ന് ചിന്തിച്ച് അവരായാലും പഴമായാലും ചെറുപയറായാലും കടലയായാലും ഉച്ചയ്ക്ക് ഇടിച്ചു പിഴിഞ്ഞ പായസമായാലും ഒക്കെ ഒരു തുള്ളി നുകർന്ന അതിൻ്റെ ഒരു തുള്ളി ഏറ്റവും കൂടെ നമ്മുടെ ഉള്ളിൽ ചേർത്ത് നമുക്ക് 2 ദിവസങ്ങൾ കൂടി മംഗളകരമാകാൻ ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ച ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പടിഞ്ഞാട്ട് നോക്കി ഈ മണ്ണിൽ ഒന്ന് തൊട്ട് തൊഴുത് നാളെ രാവിലെ 6 മണിക്ക് വരാനിടയാണ് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമസ്കാരം.